കേരളപ്പിറവി ദിന ക്വിസ് 99-ൽ പരം ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം: 1956 നവംബർ 1. രണ്ടാമത്തെ ചോദ്യം: 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ നിലവിൽ ഉണ്ടായിരുന്നു? ഉത്തരം: 5. മൂന്നാമത്തെ ചോദ്യം: 1956-ൽ കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഉത്തരം: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, മലബാർ. നാലാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഉത്തരം: ആന. അഞ്ചാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഉത്തരം: കരിമീൻ. ആറാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി എന്താണ്? ഉത്തരം: മലമുഴക്കി വേഴാമ്പൽ. ഏഴാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഉത്തരം: തെങ്ങ്. എട്ടാമത്തെ ചോദ്യം: കേരളത്തിലെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം: കണിക്കൊന്ന. ഒൻപതാമത്തെ ചോദ്യം: കേരളത്തിലെ ഔദ്യോഗിക പാനീയം എന്താണ്? ഉത്തരം: ഇളനീർ. പത്താമത്തെ ചോദ്യം: കേരളത്തിലെ ആകെ ജില്ലകളുടെ എണ്ണം? ഉത്തരം: 14. 11-ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഉത്തരം: ആലപ്പുഴ. 12-ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഉത്തരം: ഇടുക്കി. 13-ാമത്തെ ചോദ്യം: ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം: ഏപ്രിൽ 5. 14-ാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? ഉത്തരം: EMS നമ്പൂതിരിപ്പാട്. 15-ാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആര്? ഉത്തരം: R. ശങ്കർ. 16-ാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര്? ഉത്തരം: B. രാമകൃഷ്ണ റാവു. 17-ാമത്തെ ചോദ്യം: കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ S. രാധാകൃഷ്ണൻ. 18-ാമത്തെ ചോദ്യം: കേരളത്തിലെ ആകെ നദികൾ? ഉത്തരം: 44. 19-ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം: പെരിയാർ. 20-ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത്? ഉത്തരം: മഞ്ചേശ്വരം പുഴ. 21-ാമത്തെ ചോദ്യം: പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം? ഉത്തരം: 41. 22-ാമത്തെ ചോദ്യം: കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം? ഉത്തരം: 3. 23-ാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം: മഞ്ചേശ്വരം പുഴ. 24-ാമത്തെ ചോദ്യം: തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം: നെയ്യാർ. 26-ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം: വേമ്പനാട്ട് കായൽ. 27-ാമത്തെ ചോദ്യം: ഏറ്റവും ചെറിയ കായൽ ഏതാണ്? ഉത്തരം: ഉപ്പള കായൽ. 28-ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം: ശാസ്താംകോട്ട.
29-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂലക്കോട് തടാകം. 30-ാമത്തെ ചോദ്യം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ഉത്തരം പൂലക്കോട് തടാകം. 31-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഉത്തരം കൊല്ലം. 32-ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള നദി ഏതാണ്? ഉത്തരം പെരിയാർ. 33-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ കല്ലട. 34-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? ഉത്തരം മലമ്പുഴ ഡാം. 35-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എവിടെയാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ പെരിയാർ വന്യജീവി സങ്കേതം. 36-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എവിടെയാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ മംഗളവനം പക്ഷി സങ്കേതം. 37-ാമത്തെ ചോദ്യം. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നാണ്? ഉത്തരം 1956 നവംബർ 1. 38-ാമത്തെ ചോദ്യം. കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര്? ഉത്തരം ജസ്റ്റിസ് അന്ന ചാണ്ടി. 39-ാമത്തെ ചോദ്യം. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം KT കോശി. 40-ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. 41-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉത്തരം ആനമുടി, 2695 മീറ്റർ. 42-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എവിടെയാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലെ ഇരവിക്കുളം ദേശീയോദ്യാനം. 43-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എവിടെയാണ്? ഉത്തരം പാമ്പാടും ചോല. 44-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തരം തട്ടേക്കാട്. 45-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തരം മംഗളവനം. 46-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ എവിടെയാണ്? ഉത്തരം പത്തനംതിട്ടയിലെ റാന്നി. 47-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ വനം ഡിവിഷൻ എവിടെയാണ്? ഉത്തരം ആറളം. 48-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം ഷൊർണൂർ. 49-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. 50-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ റെയിൽവേ ഡിവിഷൻ എവിടെയാണ്?
ഉത്തരം പാലക്കാട്. 51-ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? ഉത്തരം മലപ്പുറം. 52-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി. 53-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 54-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഉത്തരം ഏറനാട് താലൂക്ക്. 55-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് എവിടെയാണ്? ഉത്തരം കുന്നത്തൂർ താലൂക്ക്. 56-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. 57-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം കുമിളി ഗ്രാമപഞ്ചായത്ത്. 58-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം വളപട്ടണം ഗ്രാമപഞ്ചായത്ത്. 59-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഉത്തരം അതിരപ്പിള്ളി വെള്ളച്ചാട്ടം. 60-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എവിടെയാണ്? ഉത്തരം ഇരവിക്കുളം നാഷണൽ പാർക്ക്. 61-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. 62-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈവേ ഏതാണ്? ഉത്തരം NH-17, നീളം 421 കിലോമീറ്റർ. 63-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ഉത്തരം ബേക്കൽ കോട്ട. 64-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാത ഏതാണ്? ഉത്തരം വല്ലാർപാടം റെയിൽവേ ലിങ്ക്. 65-ാമത്തെ ചോദ്യം. കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. 66-ാമത്തെ ചോദ്യം. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. 67-ാമത്തെ ചോദ്യം. കേരളത്തിൽ ഉയരം കുറഞ്ഞ കൊടുമുടി ഏതാണ്? മീശപ്പുലിമല. 68-ാമത്തെ ചോദ്യം. വനപ്രദേശം കൂടുതലുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. 69-ാമത്തെ ചോദ്യം. വനപ്രദേശം കുറവുള്ള ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. 70-ാമത്തെ ചോദ്യം. കേരളത്തിൽ കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. 71-ാമത്തെ ചോദ്യം. കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. 72-ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. 73-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഇടമലക്കുടി. 74-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ് ഏതാണ്? കണ്ണൂർ. 75-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്?
ഉത്തരം വയനാട്. 76-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 77-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. 78-ാമത്തെ ചോദ്യം, 1-ാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 11. 79-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി ആര്? സി അച്യുതമേനോൻ. 80-ാമത്തെ ചോദ്യം, സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. 81-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏതാണ്? ഉത്തരം കോഴിക്കോട്. 82-ാമത്തെ ചോദ്യം, പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. 83-ാമത്തെ ചോദ്യം, വയനാട് ജില്ലയിൽ ഉദ്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കബനി. 84-ാമത്തെ ചോദ്യം, മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 2012 നവംബർ 1. 85-ാമത്തെ ചോദ്യം, മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരൂർ. 86-ാമത്തെ ചോദ്യം, കേരളത്തിൽ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം കോട്ടയം. 87-ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഉത്തരം കേരളം. 88-ാമത്തെ ചോദ്യം, കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? ഉത്തരം ആറാട്ടുപുഴ വേലായുധൻ. 89-ാമത്തെ ചോദ്യം, കേരള ഗാനം രചിച്ചതാര്? ഉത്തരം ബോധേശ്വരൻ. 90-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. 91-ാമത്തെ ചോദ്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതാണ്? ഉത്തരം ക്ലിഫ് ഹൗസ്. 92-ാമത്തെ ചോദ്യം, ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. 93-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത്? ഉത്തരം എറണാകുളം. 94-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം തൃശ്ശൂർ. 95-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? ഉത്തരം കുറുവ ദ്വീപ്, വയനാട്. 96-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം എന്താണ്? ഉത്തരം ചക്ക. 97-ാമത്തെ ചോദ്യം, കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. 98-ാമത്തെ ചോദ്യം, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പഴശ്ശിരാജ. 99-ാമത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?
ഉത്തരം ശ്രീനാരായണ ഗുരു. 100-ാമത്തെ ചോദ്യം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്.